മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി LDF-ൽ തർക്കം. തൃശൂരിലാണ് LDF-ൽ തർക്കമുണ്ടായിരിക്കുന്നത്. 3 സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം. CPI മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ, ഒളരി എന്നീ ഡിവിഷനുകളിലും CPIM മത്സരിക്കുന്ന പുതൂർക്കരയിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഒരു ജനറൽ സീറ്റ് ഉൾപ്പെടെ 4 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ എടക്കുന്നി, അയ്യന്തോൾ എന്നീ വനിതാ സംവരണ വാർഡുകളാണ് LDF നൽകിയത്. എടക്കുന്നി കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. എടക്കുന്നിയിൽ നിലവിലെ കൗൺസിലർ കരോളിൻ പെരിഞ്ചേരിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. അയ്യന്തോളിൽ ലതാ സിദ്ധകുമാറിന്റെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് തങ്ങളുടെ അറിവോടെ അല്ലെന്നും ഈ സീറ്റ് തങ്ങൾ എടുത്തിട്ടില്ലെന്നും ലത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലെന്നും കേരള കോൺഗ്രസ് പറയുന്നു. 9 സീറ്റുകളിൽ 5 ജനറൽ സീറ്റുകളാണ് അയ്യന്തോൾ മേഖലയിലുള്ളത്. ഇതിൽ 3 CPIയും 2 CPIM-ഉം പങ്കെടുത്തിരുന്നു. പാർട്ടിക്ക് സാന്നിധ്യമുള്ള അയ്യന്തോൾ മേഖലയിൽ തങ്ങളെ തഴഞ്ഞതോടെയാണ് കേരള കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത്. തൃശൂർ കോർപ്പറേഷനിലാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലി LDF-ൽ കലഹമുണ്ടായിരിക്കുന്നത്. 3 സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. CPI മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ, ഒളരി എന്നീ ഡിവിഷനുകളിലും CPIM മത്സരിക്കുന്ന പുതൂർക്കരയിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ജനറൽ സീറ്റ് ഉൾപ്പെടെ 4 സീറ്റുകളാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ എടക്കുന്നി, അയ്യന്തോൾ എന്നീ വനിതാ സംവരണ വാർഡുകളാണ് LDF നൽകിയത്. എടക്കുന്നി കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. എടക്കുന്നിയിൽ നിലവിലെ കൗൺസിലർ കരോളിൻ പെരിഞ്ചേരിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 4 സീറ്റായിരുന്നു. അയ്യന്തോളിൽ ലതാ സിദ്ധകുമാറിന്റെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഇത് തങ്ങളുടെ അറിവോടെ അല്ലെന്നും ഈ സീറ്റ് തങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെന്നും ലത പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെന്നുമാണ് കേരള കോൺഗ്രസ് പറയുന്നത്. 9 സീറ്റുകളിൽ 5 ജനറൽ സീറ്റുകളാണ് അയ്യന്തോൾ മേഖലയിലുള്ളത്. ഇതിൽ 3 CPIയും 2 CPIM-ഉം പങ്കെടുത്തിരുന്നു. പാർട്ടിക്ക് സാന്നിധ്യമുള്ള അയ്യന്തോൾ മേഖലയിൽ തങ്ങളെ തഴഞ്ഞതോടെയാണ് കേരള കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത്.